2026 മാർച്ച് 27 സിറാജ് എഡിറ്റോറിയൽ. സ്ത്രീ പള്ളിപ്രവേശവും ജുഡീഷ്യറിയുടെ അധികാരപരിധിയും. ആശങ്കാജനകമാണ് സ്ത്രീ പള്ളിപ്രവേശന വിഷയത്തിൽ ഇടപെടാനുള്ള സുപ്രീം കോടതിയുടെ നീക്കം. ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ പരിശോധിക്കുന്ന 9-അംഗ ബെഞ്ചാണ് മസ്ജിദുകളിലെ സ്ത്രീകളുടെ പ്രവേശന വിഷയവും കൂടി പരിഗണിക്കുന്നത്. മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കുന്ന ഉത്തരവാണ് കോടതിയുടെ പരിഗണനയിൽ. ഈ നീക്കത്തിനെതിരെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്ത് വരികയും വിഷയത്തിൽ കൈകടത്താനുള്ള നീക്കത്തിൽ നിന്ന് സുപ്രീം കോടതി പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ പള്ളിപ്രവേശം ഉൾപ്പെടെ മസ്ജിദുകളുടെ ഭരണപരമായ കാര്യങ്ങളിലും മതപരമായ ആചാരങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം അതാത് മതങ്ങളിലെ പണ്ഡിതന്മാർക്കും മഹല്ല് ഭരണസമിതിക്കുമാണ്. ഇക്കാര്യം ഹൈക്കോടതികൾ തന്നെ പലപ്പോഴായി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കേരള ഹൈക്കോടതി ബെഞ്ച് പുറപ്പെടുവിച്ച വിധിപ്രസ്താവം ശ്രദ്ധേയമാണ്. മസ്ജിദുകൾ എങ്ങനെ പ്രവർത്തിക്കണം, ആര് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകണം, മതപരമായ ചടങ്ങുകൾ എങ്ങനെ നടത്തണം തുടങ്ങിയ കാര്യങ്ങളിൽ സിവിൽ കോടതികൾക്കോ സർക്കാരിനോ ഇടപെടാൻ അവകാശമില്ലെന്നും ഭരണഘടനയുടെ അനുച്ഛേദം 26 പ്രകാരം ഓരോ മതവിഭാഗത്തിനും അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവകാശമുണ്ടെന്നുമായിരുന്നു അന്നത്തെ വിധിപ്രസ്താവം. ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ ആവശ്യപ്രകാരമോ പൊതു താൽപര്യ ഹർജിയിലോ അല്ല സുപ്രീം കോടതി ഇപ്പോൾ മസ്ജിദുകളിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ കൈയിട്ടത്. 2019 നവംബറിൽ ശബരിമല വിധി പുനഃപരിശോധിക്കണമെന്ന ഹർജി പരിഗണിക്കവേ അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് സ്വമേധയാ ആണ് മസ്ജിദുകളിലെ സ്ത്രീ പ്രവേശനം കൂടി കൂട്ടത്തിൽ പരിഗണിക്കാൻ തീരുമാനിച്ചതും പ്രശ്നം 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതും. ശബരിമല പ്രശ്നം ഹിന്ദുമതത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും വിശാലാടിസ്ഥാനത്തിൽ ലിംഗസമത്വത്തിന്റെയും തുല്യനീതിയുടെയും പ്രശ്നമാണെന്ന നിരീക്ഷണത്തിലായിരുന്നു കോടതിയുടെ ഈ കടന്നുകയറ്റം. മതപരമായ ആചാരങ്ങൾ അതാത് മതങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്നിരിക്കെ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കയ്യേറ്റവും ജുഡീഷ്യൽ പരിധിയുടെ ലംഘനവുമാണ്. നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്, അല്ലാതെ മതാചാരങ്ങൾ പരിഷ്കരിക്കുകയല്ല കോടതിയുടെ ദൗത്യം. മസ്ജിദുകളിലെ ഭരണപരമായ കാര്യങ്ങളിലും ആരാധനകളിലും നൂറ്റാണ്ടുകളായി ഇസ്ലാമിക നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിത സമുദായ നേതൃത്വമാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. ഇവിടെ ബാഹ്യമായ ഇടപെടൽ ആവശ്യമില്ല. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ നടപടിക്കെതിരെ മൗനം പാലിച്ചാൽ ഭാവിയിൽ ഏത് മതപരമായ കാര്യങ്ങളിലും ഭരണഘടനയുടെ പേര് പറഞ്ഞ് കോടതിക്ക് ഇടപെടാവുന്ന അവസ്ഥ സംജാതമാകും. മതപരമായ വൈവിധ്യത്തെയും സ്വയംഭരണാധികാര അവകാശത്തെയും ഇത് ദുർബലപ്പെടുത്തും. മുസ്ലിം സംഘടനകളും സമുദായവും ഇക്കാര്യത്തിൽ ജാഗ്രതാകേണ്ടതുണ്ട്. ഭരണഘടനാ അനുച്ഛേദം 14 പ്രകാരം തുല്യനീതിക്ക് വേണ്ടി കോടതിക്ക് ശബ്ദമുയർത്താമെങ്കിലും അത് അനുച്ഛേദം 26 ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യമെന്ന മൗലികാവകാശത്തെ കൂടി മാനിച്ചുകൊണ്ടും മറ്റു സമുദായങ്ങളെ വിശ്വാസത്തിലെടുത്തുമായിരിക്കണം. മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശന പ്രശ്നം കോടതിക്ക് പുറത്ത് മുസ്ലിം സമുദായ നേതൃത്വത്തിന് വിട്ടുകൊടുക്കുന്നതാണ് ജനാധിപത്യ മര്യാദ. അത് പണ്ഡിത നേതൃത്വവും മഹല്ലു കമ്മിറ്റികളും ചേർന്ന് കൈകാര്യം ചെയ്യട്ടെ. കോടതിയിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന നിയമം കടുത്ത എതിർപ്പുകൾക്കിടയാക്കും. മതപരമായ കാര്യങ്ങളിൽ കോടതികൾ കാണിക്കുന്ന അമിത ജാഗ്രത സമൂഹത്തിൽ കൂടുതൽ ധ്രുവീകരണം സൃഷ്ടിക്കാനേ ഉപകരിക്കുകയുള്ളൂ. വൈവിധ്യമാണ് ഇന്ത്യയുടെ സവിശേഷതയും കരുത്തും. ഭരണഘടന അനുശാസിക്കുന്ന തുല്യതക്കൊപ്പം മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ കോടതിക്ക് ബാധ്യതയുണ്ട്. തുല്യതയുടെ പേര് പറഞ്ഞ് മതപരമായ ആചാരങ്ങളുടെ അന്തസത്ത ഇല്ലാതാക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും അനീതിയുമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിലൊന്നാണ് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ ആചാര സ്വാതന്ത്ര്യം. തുല്യതയെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ന്യായാധിപന്മാർ വെച്ചുപുലർത്തുന്ന വ്യക്തിപരമായ വീക്ഷണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനയിലും ജുഡീഷ്യറിയിലുമുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും. മതങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും മാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ മതന്യൂനപക്ഷങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം നിലനിൽക്കുകയുള്ളൂ.
നിയമപുസ്തകങ്ങളിലെ അക്ഷരങ്ങൾക്കപ്പുറം സമുദായങ്ങളുടെ വൈകാരികവും സാംസ്കാരികവുമായ അടിത്തറയാണ് മതവിശ്വാസം. ഇതടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ശില്പികൾ മതവിശ്വാസ ആചാരങ്ങളെ മൗലികാവകാശമായി പ്രഖ്യാപിച്ചതും. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിലൊന്നാണ് അധികാര വിഭജനം. നിയമം നടപ്പാക്കാൻ പാർലമെന്റിനും അത് നടപ്പാക്കാൻ സർക്കാരിനും അധികാരം നൽകിയ ഭരണഘടന നിയമം വ്യാഖ്യാനിക്കാനുള്ള അധികാരമാണ് ജുഡീഷ്യറിക്ക് നൽകിയത്. അതിനപ്പുറം ജുഡീഷ്യൽ ആക്ടിവിസത്തിന് തുനിയുമ്പോൾ കോടതി സ്വയം നിയമം നിർമ്മിക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത് അധികാരപരിധി ഭേദിക്കലാണ്.